ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. 4 മണി ഞാൻ ചോർന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ കൊണ്ട് എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ മോനൂസിനൊക്കെ ഇന്ന് ലീവാണ്. അപ്പോൾ അമ്മയ്ക്ക് 4 മണിക്ക് ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് പഴം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു എന്താ പറയുക ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു കേട്ടോ, 3 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടു മുറിച്ചിട്ട് ചീളാക്കിയിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങ് ചീന്തി എടുക്കും പോലെ തന്നെ ചീന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചീന്തി എടുത്താട്ടെ, എന്നിട്ട് ബാക്കിയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഗോതമ്പ് പൊടി നല്ല കട്ടിയായിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കില്ല, അതുപോലെ തന്നെ കട്ടിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മധുരം ആഡ് ചെയ്യണില്ല കേട്ടോ, പകരം ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏലക്കായ പൊടിച്ചിടുക കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കായ പൊടിച്ചിടുന്നത്. പിന്നെ ബ്രെഡ് ക്രംസാണ്. നമ്മുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് ഇതേപോലെ ഒരു പൊടി കിട്ടും. അപ്പം ഈ ഏലക്കായ പൊടിച്ച് ഞാനിതിലേക്ക് നന്നായിട്ട് ചേർക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അത് മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏലക്കായൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്കൊക്കെ കടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യം ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആദ്യം മാവിൽ മുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഈ ബ്രെഡ് പൊടിയിലൊന്ന് നന്നായിട്ട് മുക്കിയിട്ട് വറുത്തെടുക്കുക ചെയ്യേണ്ടത് കേട്ടോ. കാരണം വീഡിയോസ് എടുക്കണോണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തന്നത്. അപ്പോൾ ഇനി അടുപ്പത്ത് നമുക്ക് പാനൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചായക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴം വെച്ചിട്ടുള്ള ചായക്കടിയാണേ. അപ്പോൾ ഒരു പാത്രം ചായക്കടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പിയാണ്. നമ്മുടെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയതുകൊണ്ട് കേട്ടോ, നല്ല എന്താ പറയുക കറുമുറെന്ന് പറയണ ഒച്ചക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മോനൂസ് ആവശ്യപ്പെട്ട കടിയാണിത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു പാനിൽ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വെളിച്ചെണ്ണയിൽ ഒന്നും കൂടി ഒന്നിങ്ങോട്ട് എന്താ പറയുക സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണേൻ്റെ ആവശ്യം നമുക്കിതിൽ വരുന്നില്ല കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണേൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.